ജനവിധികൾ മോഷ്ടിച്ച് രാജാവാകുന്നവർ. ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിലെ വൃക്ഷങ്ങളുടെ രാജാവിനെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണം എക്കാലത്തും പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. മനുഷ്യർക്ക് വിശിഷ്ട വിഭവങ്ങൾ നൽകുന്ന അത്തിമരവും ഒലിവുമരവും മുന്തിരിച്ചെടിയും രാജാവാകാതെ നന്മ ചെയ്യുവാനുള്ള തങ്ങളുടെ ദൗത്യ നിർവഹണത്തിനു വേണ്ടി അധികാരത്തിൽ നിന്നൊഴിഞ്ഞപ്പോൾ മനുഷ്യരെ മുറിപ്പെടുത്തുന്ന മുൾപ്പടർപ്പ് ചുളിവിൽ രാജാവായ കഥയാണ് യോഥാം എന്ന യുവാവ് പറയുന്നത്. മനുഷ്യരെ വിഭജിച്ച് മുറിവേൽപ്പിക്കുന്ന ഭരണകൂട ഭീകരതയുടെ ആധുനിക കാലത്ത് മുൾപ്പടർപ്പുകൾ രാജാക്കന്മാരാകുന്ന വഴികൾ വിചിത്രങ്ങളാണ്. വോട്ട് ചോരി ആരോപണം കരിനിഴൽ വീഴ്ത്തുന്ന ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ചും. പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്ന വോട്ട് ചോരി ആരോപണം സത്യത്തിൽ വ്യക്തിയുടെ അധികാരത്തെ ഭരണകൂടം അപഹരിക്കുന്നതിന്റെ വഴികളെ വെളിവാക്കുന്നുണ്ട്. എൻ്റെ വോട്ട് എൻ്റെ രാജ്യത്ത് എൻ്റെ ഐഡന്റിറ്റിയാണ്, എനിക്ക് മാത്രമുള്ള അവകാശം. രാജ്യത്ത് അത് എൻ്റെ സ്വരമാണ്, എൻ്റെ പ്രതിഷേധമാണ്, എൻ്റെ നിലപാടാണ്. എനിക്കുള്ള സമ്പത്തോ തൊഴിലോ ജാതിയോ ലിംഗമോ ഭാഷയോ ഇടമോ വകവയ്ക്കാതെ തുല്യതയോടെ ഈ രാജ്യത്ത് ചെയ്യാനാവുന്ന ഏക കാര്യം എൻ്റെ വോട്ടാണ്. എൻ്റെ പൂർവികർ സമരങ്ങളുടെ തീച്ചുളകളിലൂടെ നടന്ന് ജീവൻ കൊടുത്ത് കൈപ്പറ്റിയ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണത്. ഇത് എന്നിൽ നിന്നും മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ടെന്ന് എൻ്റെ പേരിൽ, എൻ്റെ വീട്ടു നമ്പറിൽ, എൻ്റെ അഡ്രസ്സിൽ മറ്റൊരാളോ ചിലപ്പോൾ ഒന്നിലധികം ആളുകളോ എനിക്ക് പകരം എൻ്റെ അവകാശം ഉപയോഗിക്കുന്നു എന്ന്, ഇല്ലാത്ത പേരിലും വീട്ടു നമ്പറുകളിലും വോട്ട് ജനിക്കുന്നുവെന്ന്, വിൽക്കപ്പെടുന്നുവെന്ന്, അതുവഴി അധികാരികൾ അവരോധിക്കപ്പെടുന്നുവെന്ന്, ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും ഇതിന് കൂട്ടുചേരുന്നുവെന്ന് ആരോപണം വന്നാലോ? അഗ്നിശുദ്ധി വരുത്തി ജനാധിപത്യത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? 2023 സുപ്രീം കോടതി നിർണായകമായ ഒരു വിധി പ്രസ്താവന നടത്തി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന സമിതിയിൽ 3 പേരെ വേണമെന്നായിരുന്നു നിർദ്ദേശം. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവർ സമിതിയിൽ ഉണ്ടാവണം. ഈ നിർദ്ദേശത്തെ അട്ടിമറിച്ച് നിയമനിർമ്മാണം നടത്തി സമിതിയിൽ പ്രധാനമന്ത്രിയെയും, അതായത് നരേന്ദ്രമോദിയെയും, പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റ് ക്യാബിനറ്റ് മന്ത്രിയെയും, അതായത് അമിത്ഷായെയും, പ്രതിപക്ഷ നേതാവിനെയും, അതായത് രാഹുൽ ഗാന്ധിയെയും ഉൾപ്പെടുത്തി അതിന്റെ നിഷ്പക്ഷ പ്രവർത്തന സാധ്യതകളുടെ വാതിലടച്ച സമീപകാല ചരിത്രം ഇവിടെയുണ്ട്. നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിൽ തങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടാകണമെന്ന് ഒരു സർക്കാർ വാദിക്കുമ്പോൾ അതിനായി നിയമനിർമ്മാണം നടത്തുമ്പോൾ സുതാര്യത കളമൊഴിയും. ആ പരമോന്നത സമിതിയിലെ ഒരംഗം തന്നെയാണ് കർണാടകയിലെ മഹാദേവിപുരയിൽ പോൾ ചെയ്ത 1,250,000 വ്യാജ വോട്ടുകൾ മുൻനിർത്തി ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ പലയിടത്തും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. 2024 ലോക് നേരി CSDS നടത്തിയ ദേശീയ തിരഞ്ഞെടുപ്പ് പഠനങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത ഇടിഞ്ഞുവെന്ന് നിരീക്ഷിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര നിയമസഭാ ഇലക്ഷനിൽ അധികമായി വോട്ടർമാർ ചേർക്കപ്പെട്ടു എന്ന ആക്ഷേപം, ബീഹാറിലെ ധൃതി പിടിച്ച വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പരിഷ്കരണം, EVM വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തുന്ന കണക്കും വോട്ട് ചെയ്തവരുടെ ലിസ്റ്റും തമ്മിൽ ടാലിയാകാത്ത സാഹചര്യം, അവസാന മണിക്കൂറുകളിലെ അസ്വാഭാവികമായ പോളിംഗ് വർധന കണക്കുകൾ തുടങ്ങി സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്ന ആരോപണങ്ങളിൽ പലതും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസ്യതാ നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന റിപ്പബ്ലിക്കിൽ പ്ലേറ്റോ പറഞ്ഞു വെക്കുന്ന സത്യം സമകാലിക ഇന്ത്യൻ പൗരന്മാരുടെ അരാഷ്ട്രീയ നിസ്സംഗതയെ സൂചിപ്പിക്കുന്നത് കൂടിയാണ്. പൊതുകാര്യങ്ങളോടുള്ള നിസ്സംഗതയ്ക്ക് പൗരൻ നൽകുന്ന വില, തങ്ങളെക്കാൾ വിലകെട്ട മനുഷ്യർ തങ്ങളെ ഭരിക്കുമെന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. ഞാൻ എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? രാഷ്ട്രീയം സമയം കളയലാണെന്നും ആ സമയം അവനവൻ ജോലി ചെയ്ത് സമ്പാദിച്ചാൽ അവനവന് മെച്ചം എന്നുമുള്ള അരാഷ്ട്രീയവാദത്തിന്റെ ക്ലാവ് പൊതുജനത്തിന്റെ ബുദ്ധിയിൽ, മനസ്സിലും വേഗത്തിൽ പടരുന്ന കാലമാണ്. ഓരോ ജനത്തിനും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെ കിട്ടുമെന്ന പ്ലേറ്റോയുടെ പ്രവചനം നെറികെട്ട വർത്തമാനകാലത്തെ വല്ലാതെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഞാൻ സമ്പാദിക്കുന്നത് ആരും കൊള്ളയടിച്ച് കൊണ്ടുപോകാത്തത് ഇവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥതയും ഭരണകൂടവും ഉള്ളതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാത്ത ആളാണോ ഞാൻ? ഒരു പൊതുസ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ സർവീസ് ലഭിക്കുന്നതും ന്യായവിലയിൽ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നത്, ഇഷ്ടമുള്ളത് എഴുതുവാനും പറയുവാനും വിശ്വസിക്കാനും ഇടവരുന്നത് ജനാധിപത്യ വ്യവസ്ഥയുടെ പവിത്രമായ നിലനിൽപ്പിന്റെ ബാക്കിപത്രമാണ്. ജനവിധികൾ മോഷ്ടിക്കപ്പെടുമ്പോൾ, വോട്ട് വാങ്ങപ്പെടുകയോ വിൽക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഇതെന്നെ ബാധിക്കും. രാഹുൽ ഗാന്ധി പറയുന്ന എല്ലാ രാഷ്ട്രീയ ആദർശങ്ങളെയും എല്ലാവരും പിന്തുണയ്ക്കണമെന്നില്ല. പക്ഷേ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടുന്നതുവരെ ആ ശബ്ദത്തിന് ബലം കിട്ടേണ്ടതുണ്ട്. അതിൽ അഭിപ്രായം പറയേണ്ടതുണ്ട്, പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ 79 കടന്ന ജനാധിപത്യം ഇന്ത്യയിൽ ഊർജ്ജശ്വാസം വലിക്കും.